നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫല അവലോകന വീഡിയോയിലേക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷത്തോടെ സ്വാഗതം നേരുകയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക വഴിത്തിരിവായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. 140 മണ്ഡലങ്ങളിൽ ജനങ്ങൾ വിരലമർത്തിയത് ഒരു വലിയ മാറ്റത്തിനാണെന്ന് ബാലറ്റ് പേപ്പറുകൾ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. 10 വർഷത്തെ ഇടതു ഭരണത്തിന് വിരാമമിട്ടുകൊണ്ട് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് UDF കേരളത്തിന്റെ അധികാര കസേരയിലേക്ക് മടങ്ങിയെത്തുകയാണ്. 2021 കേവലം 41 സീറ്റുകളിൽ ഒതുങ്ങിയ UDF ഇത്തവണ 100-ലധികം സീറ്റുകളുമായിട്ട് ഒരു മഹാതരംഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കായി ആശ്രയിച്ചത് മനോരമ ന്യൂസിനെയാണ്. അവിടുത്തെ ജേർണലിസ്റ്റുകൾ ആർത്തുല്ലസിക്കുകയായിരുന്നു. അവരുടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായതിന്റെ സന്തോഷം അവരുടെയൊക്കെ മുഖത്തുണ്ടായിരുന്നു. മറുഭാഗത്ത് LDFന്റെ കാര്യം പറഞ്ഞാൽ തുടർ ഭരണം എന്ന ചരിത്ര നേട്ടം ആവർത്തിക്കാൻ ഇറങ്ങിയ LDFന് 2021 നേടിയ 99 സീറ്റുകളിൽ നിന്ന് മുക്കാലോളം കുറവ് മാത്രമാണ് ഇപ്പോൾ നേടാൻ പറ്റിയത്. 35ഓളം സീറ്റുകളാണ് അവർക്ക് ഇത്തവണ നേടാനായത്. 19 മന്ത്രിമാരിൽ 13 പേരും ദയനീയമായിട്ട് പരാജയപ്പെട്ടു. ഭരണവിരുദ്ധ വികാരം ഇത്രത്തോളം ആഞ്ഞടിച്ച മറ്റൊരു തെരഞ്ഞെടുപ്പ് കേരളം കണ്ടിട്ടില്ല എന്ന് പല ആളുകളും അഭിപ്രായപ്പെടുന്നത് കേൾക്കുവാനായിട്ടിടയായി. എന്നാൽ ഇതിനെ വെറും ഭരണവിരുദ്ധ വികാരം എന്ന് വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് കൃത്യമായിട്ടും പിണറായി വിരുദ്ധ വികാരമായിരുന്നു. അതാണ് യാഥാർത്ഥ്യമെന്ന് എനിക്ക് തോന്നുകയാണ്. 2021 ഭരണ തുടർച്ച ഉണ്ടായപ്പോഴും അർഹിക്കുന്ന തുടർച്ചകൾ മറ്റ് നേതാക്കൾക്ക് അനുവദിക്കാതെ പിണറായി വിജയനിലേക്ക് മാത്രം പാർട്ടിയെ ചവിട്ടി ഒതുക്കിയത് പാരമ്പര്യ ഇടതുപക്ഷ വിശ്വാസികളിൽ പോലും വലിയ നീരസം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. ശൈലജ ടീച്ചറുടെ കാര്യമൊക്കെ ഈ ഒരു ഘട്ടത്തിൽ ഞാനൊന്ന് ഓർമ്മയിലേക്ക് ഇട്ട് തരികയാണ്. പാർട്ടിയിലെ സമത്വം, സോഷ്യലിസം, ജനാധിപത്യം എന്നീ നയങ്ങൾ പിണറായിക്ക് വേണ്ടി വഴിമാറുന്നത് യഥാർത്ഥ ലെഫ്റ്റിസ്റ്റുകൾക്ക് മാറി ചിന്തിക്കാനായിട്ടുള്ള പ്രേരക ശക്തിയായി. കേരള രാഷ്ട്രീയത്തിൽ ഏകദേശം 35 വർഷത്തോളം ഒരു വ്യക്തമായിട്ടുള്ള പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ഭരണം ഇങ്ങനെ മാറ്റി കളിക്കും. ഈ പ്രതിഭാസത്തെ റിവോൾവിംഗ് ഡോർ എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിളിച്ചുകൊണ്ടിരുന്നത്. 1980 മുതൽ 2016 വരെ ഈ ചക്രം മിക്കവാറും സ്ഥിരമായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചായിട്ട് നമുക്ക് കാണാം. 1980 കോൺഗ്രസ് വന്നു, 1987 ഇടതുപക്ഷം തിരിച്ചു വന്നു, 91 വീണ്ടും കോൺഗ്രസ്, 96 ഇടതുപക്ഷം, 2001 UDF, 2006 LDF, 2011 UDF, 2016 LDF, ഇങ്ങനെ ആടി ഉലഞ്ഞു പോയ ഭരണം 2021 ആദ്യമായിട്ട് തുടർച്ച കണ്ടു. 2021 LDF തുടർച്ചയായിട്ട് 2ാം ടേമിലേക്ക് തിരിച്ചു വന്നത് കേരള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ചരിത്രപരമായിട്ടുള്ളൊരു നേട്ടമായിരുന്നു. അന്ന് ആ വിജയത്തെ LDF നോക്കിക്കണ്ടത് തങ്ങൾ കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്തതിന് ജനങ്ങൾ തന്ന ഒരു ഗിഫ്റ്റായിട്ടാണ്, അല്ല എന്നുണ്ടെങ്കിൽ പ്രളയം കൈകാര്യം ചെയ്തതിൻ്റെ ഒരു നന്ദി പ്രകാശനമായിട്ടൊക്കെയാണ്. എന്നാൽ പിന്നീട് വലിയ കാര്യമായിട്ടുള്ള പ്രതിസന്ധികൾ ഈ ഒരു ടൈമിലേക്ക് അവർക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നില്ല. പക്ഷേ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടി വരാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴായിരിക്കാം കേരളം പഴയ ആ ഒരു പാറ്റേണിലേക്ക് തിരിച്ചു വന്നു. പ്രതിപക്ഷത്തിന് കാര്യങ്ങൾ കുറച്ചും കൂടി ഈസിയായി. നമ്മൾ പിണറായി വിജയനിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയ സമയത്ത് ശരിയാണ്, കുറേയധികം പ്രശ്നങ്ങളുണ്ട്, ഒരു സ്വേച്ഛാധിപതി ലൈനിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട് എന്നുള്ള ഒരു ചിന്തയിലേക്കായി. അങ്ങനെ വന്നപ്പോൾ മാറി അധികാരം നൽകാനായിട്ടുള്ള കേരള വോട്ടർമാരുടെ സ്വാഭാവിക പ്രവണത വീണ്ടും ശക്തമായി. 2026 ഇടതുമുന്നണി 3ാം തവണയും അധികാരം നിലനിർത്താൻ ശ്രമിച്ചപ്പോൾ അതേ ചോദ്യം ആവർത്തിച്ചു. 2021 വിജയം ശക്തമായിട്ടുള്ള ഭരണത്തിൻ്റെ അംഗീകാരമായിരുന്നോ, അതോ പ്രതിപക്ഷത്തിൻ്റെ ദൗർബല്യത്തിൽ നിന്ന് ജനിച്ച ഒരു ജനാധിപത്യ അപാകതയായിരുന്നോ? പ്രതിപക്ഷം സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കാനായിട്ട് നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണോ നമ്മൾ ഭരണ തുടർച്ച നൽകിയത്? ഈ തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായിട്ടും ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുന്നുണ്ട്, വ്യക്തമായിട്ടുള്ള ഉത്തരം നൽകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ VD സതീശൻ എന്ന നേതാവിനെ കുറിച്ചിട്ട് പറയാതെ മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല. അങ്ങനെ നമ്മുടെ മനസ്സനുവദിക്കത്തില്ല. ഈ UDF തരംഗത്തിൻ്റെ യഥാർത്ഥ ശില്പി VD സതീശൻ എന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം UDFൻ്റെ ഈ ഒരു വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മുഖ്യ പങ്ക് അദ്ദേഹമാണ് വഹിച്ചിരിക്കുന്നത്. ഇപ്പോൾ KCയുടെ പോസ്റ്ററുകളുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലക്കാർഡുകളുമായിട്ട് രാവിലെ അണിനിരുന്ന അണികളൊക്കെ അവിടെ നിന്നോട്ടെ, അവർക്ക് ഒരു സൈഡിലേക്ക് മാറി നിന്നോട്ടെ. ഇവിടെ VD സതീശന് കൃത്യമായിട്ടുള്ള റോളുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ കൃത്യമായിട്ട് കേട്ടത്. അപ്പോഴാണ് എനിക്ക് ആ ഒരു ഐഡിയ കൃത്യമായിട്ട് കിട്ടിയത്. എങ്ങനെയാണ് കോൺഗ്രസിലേക്ക് ഈ CPIMൻ്റെ ശക്തി കോട്ടകളിൽ നിന്ന് വോട്ടുകൾ മറിയാനായിട്ടുള്ള സാധ്യത ഉണ്ടാവുന്നത്? VD സതീശൻ കഴിഞ്ഞ ദിവസം ഏതൊരു ഇൻ്റർവ്യൂവിൽ, കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുമ്പാണ് ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ട്രൂ ലെഫ്റ്റ് അദ്ദേഹം ഒരു വാദഗതിയായിട്ടാണിത് മുന്നോട്ടേക്ക് വെച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ത്യയിലെ യഥാർത്ഥ ഇടതുപക്ഷം, അല്ലെങ്കിൽ കേരളത്തിൽ നിലവിലുള്ള ഇടതുപക്ഷം കോൺഗ്രസ് പാർട്ടിയാണ്. ശരിക്കും CPIM ഇടതുപക്ഷത്തല്ല, CPIM വലതുപക്ഷത്താണ്. അവരങ്ങോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർ വോട്ടിന് വേണ്ടി വിവിധ സമുദായങ്ങളെയും വർഗീയ ശക്തികളെയും പ്രീണിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് VD സതീശൻ വാദിക്കുകയുണ്ടായി. ഈ ഒരു ആശയം, ഈ ഒരു വാദഗതി, ഈ ഒരു വ്യൂ പോയിന്റുകൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒത്തിരിയധികം ആളുകൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി.
ഈ ആശയം നിലവിലെ വർഗീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം ഭാഗത്തെ LDF-ൽ നിന്ന് അകറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് VD സതീശൻ പറഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. ഈ ഒരു ചിന്തയിൽ യഥാർത്ഥ ഇടതുപക്ഷമാണോ LDF എന്നുള്ള ഒരു ചിന്തയിൽ നിന്നിട്ട് ഈ ന്യൂനപക്ഷങ്ങൾക്ക് തോന്നിയതാവാം അവരുടെ ആ ഒരു മനം മാറ്റം. LDF-ന് സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന മുസ്ലിം വിഭാഗത്തിൽ ഒരു വലിയ ഭാഗം വോട്ടുകൾ കോൺഗ്രസിലേക്ക് കൃത്യമായിട്ട് ചാനലൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ഇലക്ഷനിൽ VD കൊണ്ട് സാധിച്ചിട്ടുണ്ട്. വരുന്ന ആളുകളിൽ ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന CPIM-നെയാണ്. ജനജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലേക്ക്, ജനജീവിതം സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്കുള്ള സമര കോലാഹലങ്ങളും എല്ലാം മുടക്കലുമായിട്ട് അവരിറങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസ് ഇതിൽ വ്യത്യസ്തമായിരുന്നു ഈ തവണ. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ നിയമസഭയിൽ നടത്തിയ ശക്തമായിട്ടുള്ള വിമർശനങ്ങളും ഡാറ്റയും തെളിവുകൾ ഉപയോഗിച്ചിട്ടുള്ള പാർലമെന്ററി ഇടപെടലുകളും UDF-ന്റെ വിശ്വാസ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രിയ മുഖ്യമന്ത്രിയൊക്കെ സംവാദത്തിന് വിളിക്കുന്ന സാഹചര്യമൊക്കെ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അന്ന് പോകാതിരുന്നത് നന്നായി. ഇന്ന് കണ്ട ഞെട്ടലിനേക്കാളും വലിയ ഞെട്ടൽ അന്ന് ഞെട്ടേണ്ടി വന്നേനെ. കാരണം അത്രയധികം ഡാറ്റ ഈ തവണ കോൺഗ്രസിൻ്റെ കൃത്യമായിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് ഏതൊക്കെ പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടാണ് തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെയിലും അത് കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് ഡാറ്റ ഉണ്ടായിരുന്നു. ശ്രദ്ധേയമായിട്ട് നമ്മൾ അവർ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർത്താലുകളോ ബന്ദുകളോ ഒന്നും ഇല്ലാതെ ഘടനാപരമായി പാർലമെന്ററി സംവാദങ്ങളിലൂടെയാണ് പ്രതിപക്ഷ ബെഞ്ച് അവരുടെ നിലപാടുകൾ മെച്ചപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിക്കൊടുത്ത ഒരു സംഗതിയാണ്. കോൺഗ്രസ് ഒരു ശല്യം പാർട്ടിയല്ല, ഇവർ നമ്മുടെ ആൾക്കാരാണ് എന്നുള്ള ഒരു തോന്നലൊക്കെ തോന്നിപ്പിച്ചത് VD സതീശന്റെ കൃത്യമായിട്ടുള്ള ഈ ഒരു നേതൃത്വം കൊണ്ടാണ്. LDF-ന്റെ പ്രചരണ ക്യാമ്പയിനുകളിൽ കുറേ നെഗറ്റീവ് സംഭവിച്ചിട്ടുണ്ട്. അത് പിണറായിസം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ അവസാന ഘട്ടത്തിലേക്ക് വരികയുണ്ടായി. ഇപ്പോൾ ചില ക്യാമ്പയിൻ പോസ്റ്ററുകളെ കുറിച്ചിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള വിലയിരുത്തലുകളൊക്കെ വായിക്കാനായിട്ടിടയായി. ഈ ഒരു ഡിസൈൻ കണ്ട സമയത്ത് ഞാനും ഇത് മനസ്സിലിങ്ങനെ വിചാരിച്ചതാണ്, ഇത് അങ്ങനെ ഒരു മൂഡിലേക്കല്ലേ പോകുന്നത്. അത് കൃത്യമായിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: കിങ് ജോങ് ഉൻ ഒക്കെ വെക്കുന്ന തരത്തിലേക്കുള്ള ഒരു പോസ്റ്ററാണിത്. ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് LDF എന്നൊക്കെയാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും ഫോട്ടോയിൽ നിങ്ങൾ നോക്കുമ്പോൾ ആ ഒരു കൾട്ട് ലീഡർ മാത്രമേ ഉള്ളൂ. പ്രഭാവലയമൊക്കെ അദ്ദേഹത്തിന്റെ ചുറ്റിനുമുണ്ട്. പരിവാരങ്ങളും പോലീസും ഒക്കെ ആയിട്ട് ശ്രീ പിണറായി വിജയൻ പോകുന്ന വഴിയിലൊക്കെ അദ്ദേഹത്തിന്റെ തല, അദ്ദേഹത്തിന്റെ ഫുൾ ഫിഗർ എന്നുള്ള രീതിയിലുള്ള ഈ ഒരു പോസ്റ്ററൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന്റെ നാർസിസിസ്റ്റ് മനസ്സ് കുറെ സുഖിച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ പറഞ്ഞതല്ല, സോഷ്യൽ മീഡിയയിൽ ഒരാൾ രേഖപ്പെടുത്തിയതാണ്. പക്ഷേ ഈ പോസ്റ്ററുകൾ കാണുന്ന സാധാരണ ജനത്തിന്, അല്ലെങ്കിൽ വണ്ടിയുമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു സാധാരണക്കാരന് ജോർജ് ഓർവെലിൻ്റെ 1984 എന്ന ഡിസ്റ്റോപ്പിയൻ നോവലിലെ സർവാധികാരിയെ സംബന്ധിച്ചിട്ടുള്ള ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്നുള്ളൊരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക എന്ന് നോർത്ത് കൊറിയൻ സഞ്ചാരത്തിൽ പല സഞ്ചാരികളും രേഖപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും ഒരു സർവേലൻസ്, ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് യു എന്ന് പറയുന്ന ഒരു ഫീലിംഗ് പിണറായി വിജയൻ എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. വേറെ ഒരാളും ഇല്ല. അവസാന ഘട്ടത്തിലേക്കൊക്കെ അദ്ദേഹത്തെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രീ മോഹൻലാലൊക്കെ വന്നിട്ട് കളിച്ചൊരു നാടകമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി ഒരു 5 വർഷം കൂടി നിങ്ങളെയൊക്കെ എൻ്റെ കയ്യിലിട്ട് അമ്മാനമാടുമെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസിൽ അദ്ദേഹം നിന്നതുപോലെയൊക്കെ ആ ഒരു പോസ്റ്റുകളെ പല ആളുകളും വിലയിരുത്തുകയുണ്ടായി. ആ പേടി കാരണമാണ് ജനങ്ങൾ തലമണ്ടക്കിട്ട് നോക്കി കൊടുത്തത് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ രേഖപ്പെടുത്തുന്നത് കണ്ടു. ഈ വിലയിരുത്തലൊക്കെ തികച്ചും ശരിയാണെന്ന് തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായിട്ട് തെളിയിക്കുന്നുണ്ട്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ആ ഒരു സൗണ്ടുകൾ നിങ്ങളെ അലോസരപ്പെടുത്തുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് ബാക്കിയുള്ള ചില കാര്യങ്ങളിലേക്ക് അടക്കുകയാണ്. ശരിക്കും ഞാൻ മുന്നേ പറഞ്ഞ ഒരു വിലയിരുത്തൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കാണുന്ന സമയത്ത് CPM-നുള്ളിൽ അധികാര കേന്ദ്രീകരണം പിണറായി വിജയനിൽ മാത്രമായിട്ട് ഒതുങ്ങിയത് പാർട്ടിയുടെ ആന്തരിക ജനാധിപത്യ സംവിധാനത്തെ ഗുരുതരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ കുറേയധികം പാരമ്പര്യ CPIM അണികളൊക്കെ പാർട്ടി വിട്ടത് ഈ പറയുന്ന ഒരു ജനാധിപത്യം ഇല്ലായ്മ കൊണ്ടാണ്. LDF-ന്റെ തകർച്ചയ്ക്ക് പിന്നിൽ നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഈ കാർഷിക മേഖലയുടെ ഒരു തകർച്ച. ഇത് ഡാറ്റ വെച്ചിട്ട് കോൺഗ്രസ് പറഞ്ഞാണ്. സംസ്ഥാന കൃഷി മന്ത്രാലയത്തിൻ്റെ ഡാറ്റ പ്രകാരം നെൽകൃഷി വിസ്തൃതി 2001-2002 3.22 ലക്ഷം ഹെക്ടറുകളിൽ നിന്ന് 2021-22 1.95 ലക്ഷം ഹെക്ടറായിട്ട് കുറഞ്ഞു. 2 ദശകത്തിനിടയിൽ 39% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 2024 സാമ്പത്തിക അവലോകനം കാണിക്കുന്നത് 2023-24 അരി ഉൽപ്പാദനം മുൻ വർഷത്തേക്കാൾ 10.5% കുറഞ്ഞു എന്നാണ്. രണ്ടാമതായിട്ട് തൊഴിലില്ലായ്മയെ കുറിച്ചിട്ട് ഞാൻ 1-2 വീഡിയോസ് ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ കുറേയധികം അന്തം കമ്മികൾ വന്നിട്ട് എന്നെ പിടിച്ചിട്ട് കൊങ്ങിയാക്കി മാറ്റുകയുണ്ടായി. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ കാണിക്കുന്നത് 15 മുതൽ 29 വയസ്സ് വരെയുള്ള കേരളീയരിൽ 27.7% ആളുകൾക്ക്, അല്ലെങ്കിൽ 27.7% തൊഴിലില്ലായ്മ നിരക്ക് ഉണ്ട് എന്നുള്ളതാണ്.
ഏകദേശം 22 ലക്ഷം കേരളീയർ വിദേശത്തേക്ക്, പ്രധാനമായിട്ടും ഗൾഫിലേക്ക് കുടിയേറിയിട്ടുണ്ട്. മറ്റൊരു 5 ലക്ഷം പേർ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും പോയിട്ടുണ്ട്. മൂന്നാമതായിട്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക. സാമൂഹിക സുരക്ഷാ പദ്ധതികൾ കടലാസിൽ തുടർന്നു എന്നുണ്ടെങ്കിലും വിതരണത്തിൽ വലിയ വിടവുകൾ കാണിച്ചു. പെൻഷൻ വിതരണം വൈകി, ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളിൽ കുറവുകൾ ഉണ്ടായി, നിരവധി വകുപ്പുകളിൽ ഉദ്യോഗസ്ഥ കാലതാമസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആരോഗ്യ മേഖലയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയതിൽ മന്ത്രി വീണ ജോർജ് വഹിച്ച പങ്ക് ഒട്ടും ചെറുതല്ല. അത്രയധികം ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരൊക്കെ പീഡനം അനുഭവിച്ചു. ആശുപത്രിയിലേക്ക് വന്നിട്ടുള്ള ഷോഫുകൾ, വിമർശനം വരുന്ന സമയത്ത് അവരുടെ ബോധക്ഷയങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ ബാക്കിയുള്ള ആളുകളെ പഴിചാരുന്ന ഒരു ആരോഗ്യമന്ത്രിയായിരുന്നു നമ്മൾ കഴിഞ്ഞ ടൈമിൽ കണ്ടത്. നാലാമതായിട്ട് ശബരിമല സ്വർണ്ണ മോഷണ കേസ്. ശബരിമല സ്വർണ്ണ മോഷണ കേസ് ഇടതു മുന്നണിയുടെ വിശ്വാസ്യതയെ ആഴത്തിൽ ബാധിച്ച ഒരു സംഗതിയാണ്. പോറ്റിയെ കയറ്റി സ്വർണം ചെമ്പായി മാറ്റി എന്നൊക്കെ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടുകൾ ഈ തവണ കോൺഗ്രസും BJPയും കാര്യമായിട്ട് ഉപയോഗിച്ചതാണ്. ഈ നമ്മുടെ നാട്ടിലെയും മതോളികൾക്ക് പിന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ വോട്ട് മാറ്റി കുത്താനായിട്ടുള്ള ഒരു സംഭവം കിട്ടിക്കോളും. ഞാനതിന് വലിയ സംഭവമായിട്ട് നോക്കുന്നില്ല. വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ മറ്റേ ദൈവത്തിൻ്റെ തോർത്തുമുണ്ട് കൊണ്ടുപോയി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എന്തെങ്കിലും കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞാൽ മാത്രമേ ചില ആളുകൾക്ക് ജനാധിപത്യ ബോധം ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയുള്ള ആളുകൾക്കും ഈ തവണ മാറ്റി കുത്താനായിട്ട് തോന്നി. എങ്ങനെയൊക്കെ ആണെങ്കിലും ഭരണമാറ്റം ഉണ്ടായല്ലോ, അതുകൊണ്ട് ഞാൻ അതിലൊന്നും പറയുന്നില്ല. പിന്നെ അധ്യാപകർ സമരം നടത്തുന്നു, ആരോഗ്യ പ്രവർത്തകരുമായിട്ടുള്ള തർക്കങ്ങൾ, പോലീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പുറത്തേക്ക് വരുന്നു, ഭരണപരമായിട്ടുള്ള കാലതാമസങ്ങൾ ഇതിൻ്റെ കൂടെ വരുന്നു. ഇതിനിടയിൽ ഒരു നവകേരള സദസ്സ് നടത്തി, ഒരു യാത്ര നടത്തി, രക്ഷാപ്രവർത്തനം നടത്തി, ആളുകളെ കൂട്ടമായിട്ട് മർദ്ദിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ കാണുകയുണ്ടായി. അതിൻ്റെ കേസ് എങ്ങും എത്താതെ എവിടെയൊക്കെയോ കിടക്കുന്നു. പിന്നെ പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര കലഹങ്ങൾ. തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തുടനീളം ടീം UDF എന്ന് ആവർത്തിച്ച് ഊന്നി പറഞ്ഞു. ഇടയ്ക്ക് ഉന്തുന്നള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, VD സതീശൻ്റെ ഒക്കെ കിളി പോയി എന്നുണ്ടെങ്കിൽ സഖ്യത്തിലെ നേതാക്കൾ ഏകോപിതമായിട്ട് സന്ദേശങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി ജനങ്ങളിലേക്ക്. 2021 നിന്ന് വ്യത്യസ്തമായിരുന്നു ഇത്. അന്ന് കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ഉള്ളിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ഇതിനേക്കാളും പരസ്യമായിട്ട് നടന്നിരുന്നു. എന്നാൽ LDFൽ മുതിർന്ന ഇടത് നേതാക്കൾ പാർട്ടി വിട്ടത് ഈ തവണ വലിയ ക്ഷീണം ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള മുൻ മന്ത്രി G. സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. കൊട്ടാരക്കരയിൽ നിന്ന് 3 തവണ MLA ആയിരുന്ന ആയിഷ പോറ്റി കോൺഗ്രസിലേക്ക് മാറി. KK ശൈലജയുടെ കാര്യം നമുക്കറിയാവുന്നതാണ്. ആഭ്യന്തര സമ്മർദ്ദം മൊത്തത്തിൽ വ്യക്തമാക്കുന്നതായിരുന്നു. 2021 60,963 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മട്ടന്നൂർ സീറ്റ് ജയിച്ച KK ശൈലജ 2026 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് അസ്ഥിരമായിട്ടുള്ള പേരാവൂർ മണ്ഡലത്തിലേക്ക് മാറ്റപ്പെട്ടു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഷാഫി പറമ്പിലിനോട് 1,14,506 വോട്ടുകളുടെ വ്യത്യാസത്തിൽ അവർ പരാജയപ്പെട്ടിരുന്നു. അതേസമയം മറ്റ് മുതിർന്ന MLAമാർ അവരുടെ സുരക്ഷിത സീറ്റുകൾ നിലനിർത്തി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയ്ക്ക് തളിപ്പറമ്പ് മണ്ഡലത്തിൽ സീറ്റ് നൽകി. സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ പ്രതിഷേധിച്ച് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദൻ പാർട്ടി വിട്ടു. സ്പീക്കർ AN ഷംസീറിന് ടിക്കറ്റ് നിഷേധിക്കപ്പെട്ടു. ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ അണികളെ മൊത്തത്തിൽ അങ്ങോട്ട് ഡിവൈഡ് ചെയ്തു. UDFന്റെ പ്രചാരണം ബലം കണ്ടത്, അല്ലെങ്കിൽ UDFന്റെ സ്ട്രാറ്റജികൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തത് ഒരു 5 പില്ലേഴ്സ് ഉള്ളത് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ ഒന്നാമത്തേത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അദ്ദേഹം സർക്കാരിൻ്റെ ശക്തമായിട്ടുള്ള വിമർശകനായിട്ട് ഉയർന്നു വന്നു. അദ്ദേഹം അത് മെയിൻറ്റെയിൻ ചെയ്തു. പ്രചാരണ കാലത്ത് പാർട്ടി വേദികളിൽ അദ്ദേഹം മൂർച്ചയേറിയിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തി. രണ്ടാമതായിട്ട് കോൺഗ്രസ് സർക്കാരിൻ്റെ നയങ്ങളെ ഡാറ്റയും തെളിവുകളും ഉപയോഗിച്ചിട്ടാണ് നിയമസഭയ്ക്കുള്ളിൽ ചോദ്യം ചെയ്തത്. വെറും ആരോപണ പ്രത്യാരോപണങ്ങളായിരുന്നില്ല. പിന്നെ ഹർത്താലുകളെയോ ബന്ധുക്കളെയോ ഈ പ്രതിപക്ഷം ആശ്രയിച്ചില്ല. അവരുടെ പ്രതിപക്ഷം ഘടനാപരമായിട്ട് പാർലമെന്ററി സംവിധാനങ്ങളിലൂടെയാണ് പ്രവർത്തിച്ചത്. മൂന്നാമതായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് സതീശൻ്റെ ഒരു അണ്ടറിൽ കോൺഗ്രസ് നിയമസഭാ പ്രകടനം മെച്ചപ്പെടുത്തി. അവരുടെ ഫ്ലോർ ഇടപെടലുകളൊക്കെ തെളിവുകളും ഡാറ്റാ പോയിന്റുകളും ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നതുകൊണ്ട് മര്യാദ മൊത്തത്തിലുണ്ടായിരുന്നു. പണ്ട് ഡെസ്കിൽ കയറിയ ഒരു ആളുണ്ടായിരുന്നു, അദ്ദേഹത്തെ പോലെ ഒന്നും ആയിരുന്നില്ല. നാലാമതായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തി. ആ ഒരു ശക്തിപ്പെടുത്തലിന് പ്രേരക ശക്തിയായത് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ട്രൂ ലെഫ്റ്റ് അല്ല എന്ന് പറയുന്ന ഒരു ചിന്തയാണ് LDF. അഞ്ചാമതായിട്ട് ഇതേ കാര്യം തന്നെ UDF കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വിശ്വാസം വീണ്ടെടുത്തു. 2021 ഇടതിനെ പിന്തുണച്ച സഭയുടെ അതേ ഭാഗങ്ങളൊക്കെ UDFുമായിട്ട് വീണ്ടും ചേർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ക്രിസ്ത്യൻ വോട്ടർമാർ മധ്യ കേരള മണ്ഡലങ്ങളിൽ ഒരു സുപ്രധാന വോട്ടിംഗ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കൃത്യമായിട്ട് നോക്കി കാണുന്നുണ്ട്. ഇനി നമുക്ക് തെക്ക് മുതൽ വടക്ക് വരെയുള്ള ജില്ലകളിലെ പ്രധാനപ്പെട്ട ജില്ലകളിലെ ചില ട്രെൻഡുകളൊന്ന് പരിശോധിച്ച് പോകാം. ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
BJPക്ക് തിരുവനന്തപുരത്ത് കൃത്യമായിട്ടുള്ള ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് പറ്റുമെന്ന് പല ആളുകളും പ്രവചിച്ചിരുന്നു. 1 മുതൽ 3 വരെയുള്ള സീറ്റുകൾ BJPക്ക് ടോട്ടലി ലഭിക്കുമെന്നും പല ആളുകളും പറഞ്ഞിരുന്നു. മനോരമ ന്യൂസൊക്കെ അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയ സമയത്ത് വലിയ അധിക്ഷേപങ്ങളൊക്കെ നേരിടുകയുണ്ടായി. എന്തൊക്കെയാണെങ്കിലും നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയ പടയോട്ടം BJPക്ക് വലിയ നേട്ടമായി, അദ്ദേഹത്തിനും വലിയ നേട്ടമായിട്ട് അത് മാറി. 4978 വോട്ടുകൾക്ക് വി ശിവൻകുട്ടിയെ മലർത്തിയടിച്ചുകൊണ്ട് നേമം അദ്ദേഹം തിരിച്ചുപിടിച്ചു. വിദ്യാസമ്പന്നൻ, മിതഭാഷി, ബിസിനസ് ടൈക്കൂൺ എന്ന പ്രതിച്ഛായയും കേന്ദ്രമന്ത്രിയായിരുന്നു എന്ന നിലയിലുള്ള സ്വാധീനവുമൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിജയത്തിന് വലിയ തുണയായിട്ട് മാറി. ചില എക്സിറ്റ് പോളുകൾ നേമത്ത് BJPക്ക് നേരിയ മുൻതൂക്കം മാത്രമാണ് പ്രവചിച്ചിരുന്നത്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു മുൻതൂക്കം വലിയ തൂക്കമായിട്ട് മാറുകയും അത് ശരിയാവുകയൊക്കെ ചെയ്തു. കഴക്കൂട്ടം മണ്ഡലത്തിൽ വി മുരളീധരൻ കേവലം 428 വോട്ടുകൾക്ക് കടകംപള്ളി സുരേന്ദ്രനെ അട്ടിമറിച്ചത് ഇടത് കോട്ടകളെ അമ്പരപ്പിച്ച ഒരു സംഗതിയാണ്. എക്സിറ്റ് പോൾ ഈ സീറ്റിനെ പ്രവചനാതീതം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ആ വിലയിരുത്തൽ ഏകദേശം കൃത്യമായിരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും ത്രികോണ മത്സരം നടന്നു. 3 മത്സരാർത്ഥികളും തമ്മിൽ പ്രവചനാതീതം എന്ന നിലയിലായിരുന്നു എക്സിറ്റ് പോൾ കാണിച്ചത്. കോവളം മണ്ഡലത്തിൽ UDF വിജയം നേടി. തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി വോട്ടുകൾ നിർണായകമായി. തിരുവനന്തപുരം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചു. നഗരമധ്യത്തിലെ വോട്ടർമാർ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തു. തെക്കൻ കേരളം കൊല്ലം ജില്ലയിലും സമാനമായിട്ടുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് പ്രതിഫലിച്ചത്. എക്സിറ്റ് പോൾ 5 മുതൽ 7 വരെ സീറ്റുകൾ UDFനും 4 മുതൽ 6 വരെയുള്ള സീറ്റുകൾ LDFനും പ്രവചിച്ചിരുന്നു. ചാത്തന്നൂർ മണ്ഡലത്തിൽ BB ഗോപകുമാർ വിജയിച്ചത് BJPക്ക് തെക്കൻ കേരളത്തിൽ വലിയ ഊർജ്ജം നൽകിയിട്ടുണ്ട്. ഇത് BJPക്ക് തെക്കൻ കേരളത്തിൽ പുതിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതി കൂടിയാണ്. തെക്കൻ കേരളം ശക്തിപ്പെടുന്നു BJPയിലേക്ക് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. കൊല്ലം മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ മികച്ച വിജയം കരസ്ഥമാക്കി. എക്സിറ്റ് പോൾ ഈ സീറ്റിൽ UDFന് നേരിയ മുൻതൂക്കമാണ് പ്രവചിച്ചിരുന്നത്. നഗരത്തിലെ മധ്യവർഗ വോട്ടർമാർ UDFനെ പിന്തുണച്ചു എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ CR മഹേഷ് വിജയിച്ചു. തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി വോട്ടുകൾ അവിടെ നിർണായകമായതായി മാധ്യമങ്ങൾ പറയുന്നു. കൊല്ലം ചവറ മണ്ഡലത്തിൽ ഷിബു ബേബി ജോൺ വിജയിച്ചതോടെ കൊല്ലത്ത് UDF വ്യക്തമായിട്ടുള്ള ആധിപത്യം ഉറപ്പിച്ചു. കേരള കോൺഗ്രസിന്റെ സ്വാധീനം ഈ മണ്ഡലത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. കുണ്ടറ മണ്ഡലത്തിൽ PC വിഷ്ണുനാഥ് തന്റെ വിജയം നിലനിർത്തിയപ്പോൾ LDFന്റെ പല പ്രമുഖ നേതാക്കളും ഇത്തവണ കടുത്ത പരാജയം ഏറ്റുവാങ്ങി. കൊട്ടാരക്കര മണ്ഡലത്തിൽ 3 തവണ MLA ആയിരുന്ന ഐഷ പോറ്റി LDF വിട്ട് കോൺഗ്രസിലേക്ക് മാറിയത് ഈ മണ്ഡലത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. പുനലൂര്, ചടയമംഗലം, കുന്നത്തൂര് എന്നീ മണ്ഡലങ്ങളിൽ LDFും UDFും തമ്മിൽ കടുത്ത മത്സരം നടന്നു. ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് വലിയ തോതിൽ കേന്ദ്രീകരിച്ചതും LDFന് തിരിച്ചടിയായി. ഈ പ്രദേശം ഒരിക്കൽ ഇടത് കോട്ടയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നതൊരു ത്രികോണ മത്സര ഭൂമിയായിട്ട് മാറിയ കാഴ്ച നമ്മൾ കണ്ടു. തെക്കൻ കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിലെ UDF തങ്ങളുടെ പരമ്പരാഗത ആധിപത്യം ഒന്നുകൂടി ഉറപ്പിച്ചു. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് ശക്തമായ ഈ ജില്ലയിൽ UDF ഭൂരിപക്ഷ സീറ്റുകൾ നേടി. തിരുവല്ല മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു. മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന്റെ ശക്തി ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. റാന്നി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വിജയം നേടി. അടൂർ മണ്ഡലത്തിൽ LDF കടുത്ത മത്സരത്തിൽ പിടിച്ചു നിന്നു. പരമ്പരാഗതമായിട്ട് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ വോട്ട് വീതം കുറഞ്ഞെങ്കിലും അവർ വിജയിക്കുകയുണ്ടായി. കോന്നി, പന്തളം മണ്ഡലങ്ങളിൽ UDFും LDFും തമ്മിൽ ശക്തമായിട്ടുള്ള മത്സരം നടന്നു. തുടക്കം മുതൽ എല്ലാ റൗണ്ടുകളിലും ആറന്മുളയിൽ അബിൻ വർക്കി ലീഡ് ചെയ്തു നിന്നു. വീണ ജോർജ് പരാജയപ്പെട്ടു. ആലപ്പുഴ മണ്ഡലത്തിൽ AD തോമസ് 21,015 വോട്ടുകൾക്ക് PP ചിത്തരഞ്ജനെ പരാജയപ്പെടുത്തി UDFന് വിജയം സമ്മാനിച്ചു. ചേർത്തല മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചു. തീരദേശ മേഖലയിലെ ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ നിർണായകമായി എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അരൂർ മണ്ഡലത്തിൽ UDF വിജയം നേടി. കയർ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ചാ വിഷയമായിരുന്നു. കായംകുളം മണ്ഡലത്തിൽ LDF പിടിച്ചു നിന്നു. പരമ്പരാഗതമായി ഇടതുപക്ഷ സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ അവർ വിജയിച്ചു. മാവേലിക്കര മണ്ഡലത്തിൽ UDF വിജയിച്ചു. കോൺഗ്രസിന്റെ പരമ്പരാഗത സ്വാധീനം ഈ മണ്ഡലത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. ചെങ്ങന്നൂർ, ഹരിപ്പാട്, കുട്ടനാട് മണ്ഡലങ്ങളിൽ UDFും LDFും തമ്മിൽ കടുത്ത മത്സരം നടന്നു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചത് മധ്യ കേരളമാണ്. കോട്ടയം ജില്ല പതിവ് പോലെ തന്നെ കോൺഗ്രസ് അനുകൂല തരംഗം കാഴ്ചവെച്ചു. എക്സിറ്റ് പോൾ ജില്ലയിൽ 9 സീറ്റുകൾ UDFന് പ്രവചിച്ചിരുന്നു. LDFന് 0 മുതൽ 2 വരെ സീറ്റ് മാത്രമാണ് പ്രവചിച്ചത്. അത് അങ്ങനെയൊക്കെ തന്നെയായി. വൈക്കം മണ്ഡലത്തിൽ നടന്നത് ഒരു ചരിത്രപരമായിട്ടുള്ള അട്ടിമറിയായിരുന്നു. പതിറ്റാണ്ടുകളായിട്ട് ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPIയെ പിന്തുണച്ചിരുന്ന വൈക്കം ഇത്തവണ UDF തിരിച്ചു പിടിച്ചത് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ച വലിയൊരു അട്ടിമറിയായിരുന്നു. ഈ വാശിയേറിയ പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി K. ബിനി 1360 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയം കൈവരിച്ചത്. CPI സ്ഥാനാർത്ഥിയായിരുന്ന P. പ്രദീപിനെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ പരാജയപ്പെടുത്തിയത് മധ്യ കേരളത്തിലെ UDF തരംഗത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്, വൈക്കമാണ്. പുതുപ്പള്ളി മണ്ഡലത്തെക്കുറിച്ചിട്ട് നമുക്ക് പിന്നെ മറ്റൊന്നും ചിന്തിക്കാൻ ഉണ്ടായിരുന്നില്ല. ജനനായകൻ ഉമ്മൻചാണ്ടിയുടെ സ്നേഹത്തിൻ്റെയും അദ്ദേഹത്തിനോടുള്ള വികാരത്തിൻ്റെയും ഒക്കെ ഒരു അടിസ്ഥാനത്തിൽ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ 52,907 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷം നേടി. ചാണ്ടി ഉമ്മൻ നല്ല രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ
മാതൃക കൂടി കാണിച്ചു തരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു വിജയം അദ്ദേഹം അർഹിക്കുന്ന ഒരു അംഗീകാരം തന്നെയാണ്. കോട്ടയം ടൗൺ മണ്ഡലത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 35,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചു. അതോടെ നഗരമധ്യത്തിലെ പടുകൂറ്റൻ പടവല പന്തൽ അഴിച്ചു മാറ്റാൻ പറ്റുമെന്ന് ഞങ്ങൾ കുറച്ച് കോട്ടയംകാർ പ്രതീക്ഷിക്കുകയാണ്. പൂഞ്ഞാർ മണ്ഡലത്തിൽ സെബാസ്റ്റ്യൻ കൊളത്തങ്കലിനെ പരാജയപ്പെടുത്തി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ MJ വിജയിച്ചതും ജില്ലയിൽ UDFന് വലിയ കരുത്തായിട്ടൊക്കെ കാണിക്കുന്ന ഒരു സംഗതിയാണ്. കടുത്തുരുത്തി മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് 31,000-ലധികം വോട്ടുകളുടെ വൻ ഭൂരിപക്ഷം നേടി തന്റെ ആധിപത്യം ഉറപ്പിക്കുകയുണ്ടായി. ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി മണ്ഡലങ്ങളിലും UDF വിജയം നേടി. ഏറ്റുമാനൂർ നാട്ടകം സുരേഷ് വലിയ വിജയം നേടി. പാലാ മണ്ഡലത്തിൽ നടന്നത് അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരമായിരുന്നു. എനിക്ക് അവിടെയായിരുന്നു വോട്ട്. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്ന സമയത്ത് പരമ്പരാഗത വോട്ട് ബാങ്കുകളിലൊക്കെ വിള്ളലുണ്ടാക്കാനായിട്ടും പുതിയൊരു രാഷ്ട്രീയ സമവാക്യം സൃഷ്ടിക്കാനായിട്ടും ഷോൺ ജോർജിനെ കൊണ്ട് സാധിച്ചു. ഇതുപോലൊരു വിനാശം വിതയ്ക്കുന്ന ഒരു അപ്പനും മോനും വേറെ ഇല്ല എന്ന് വീണ്ടും തെളിയിച്ചു. ഒഫീഷ്യലായിട്ടുള്ള ഫലപ്രഖ്യാപനം വന്നപ്പോൾ മാണി സി കാപ്പൻ 2,991 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. 2021 അദ്ദേഹത്തിന്റെ പ്രകടനവുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് ഭൂരിപക്ഷത്തിന് വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിലും കടുത്ത ത്രികോണ മത്സരത്തെ അതിജീവിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. എക്സിറ്റ് പോൾ ഈ സീറ്റിൽ ക്ലോസ് ആയ മത്സരം പ്രവചിച്ച ഒരു സാഹചര്യമുണ്ട്. അത് അങ്ങനെ തന്നെയായിരുന്നു. മാണി സി കാപ്പന് നേരിയ മുൻതൂക്കം അവർ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. BJP സ്ഥാനാർത്ഥി ഷോൺ ജോർജ് ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി പ്രതീക്ഷിച്ചിരുന്നു എന്നുണ്ടെങ്കിലും BJP വാദിച്ച ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രോ BJP ക്രിസ്ത്യൻ വോട്ടുകളെ പോലും ഷോണിൽ നിന്ന് അകറ്റി എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലം സൂചിപ്പിക്കുന്നത്. ഷോൺ ജോർജ് പിടിച്ച വോട്ടുകൾ ഇടതുമുന്നണിക്കും UDFനും ഒരേപോലെ വെല്ലുവിളിയായി എന്ന് പറയുമ്പോഴും ഷോൺ ജോർജ് പിടിച്ച വോട്ടുകൾ പ്രധാനമായും ജോസ് കെ മാണിയുടെ വോട്ട് ബാങ്കിനെയാണ് തകർത്തത് എന്ന് ഞാൻ പറയുന്നു. ഷോൺ 25,000-ലധികം വോട്ടുകൾ പിടിക്കുകയുണ്ടായി. അതേപോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന സമയത്ത് എനിക്ക് മനസ്സിലായതാണ്, നാട്ടിൽ 10-20,000-ലധികം സംഖ്യകളുണ്ട്, അല്ലെങ്കിൽ സംഘമനസ്ഥിതിയുള്ള ആളുകളുണ്ട്. അത് എന്നെ അലോസരപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. കാരണം തൊട്ടടുത്ത് ഈരാറ്റുപേട്ടയൊക്കെ ഉണ്ട്. മൊത്തത്തിൽ കോൺട്രവേഴ്സിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണല്ലോ. കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തവണ നടന്നത് അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരമായിരുന്നു. UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച റോണി കെ ബേബി 18,432 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അട്ടിമറി വിജയം നേടിയത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ N ജയരാജിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഈ മേഖലകളിൽ തുറക്കാത്ത വഴികളും അടഞ്ഞു കിടക്കുന്ന ബൈപ്പാസുകളും ഒക്കെ ധാരാളമായിട്ടുണ്ട്. ജയരാജനും അങ്ങനെ ഒരു പൊൻതൂവിലുണ്ടായിരുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ജോർജ് കുര്യൻ NDA സ്ഥാനാർത്ഥിയായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ എത്തി. നിർണായകമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു അത്. കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം മണ്ഡലത്തിലെ വോട്ട് വീതം വർദ്ധിപ്പിക്കാനായിട്ട് ചെറിയ രീതിയിൽ സഹായകരമായിട്ടുണ്ട്. ഇനി ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മലയോര ജനതയുടെ പ്രതിഷേധം ബാലറ്റിലൂടെ വ്യക്തമായി. എക്സിറ്റ് പോളിൽ UDFന് 3 മുതൽ 5 സീറ്റ് വരെ പ്രവചിച്ചിരുന്നു. LDFന് 0 മുതൽ 2 സീറ്റ് വരെ മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. ഇടുക്കി മണ്ഡലത്തിലെ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തി റോയ് കെ പൗലോസ് 23,822 വോട്ടുകൾക്ക് വിജയിച്ചതോടെ ഹൈ റേഞ്ചിലെ ഇടത് കോട്ടയ്ക്ക് വലിയ ഇടിവ് സംഭവിച്ചു. ഈ സീറ്റിൽ റോഷി അഗസ്റ്റിന് നഷ്ടം നേരത്തെ തന്നെ പ്രവചിച്ചതാണ്. അത് കേരള കോൺഗ്രസ് മാണിക്ക് വലിയ തിരിച്ചടിയാകുമെന്നും സൂചിപ്പിച്ചിരുന്നു. തൊടുപുഴ മണ്ഡലത്തിൽ PJ ജോസഫിന്റെ പിൻഗാമിയായി വന്ന അപ്പു ജോൺ ജോസഫ് നല്ല ഭൂരിപക്ഷത്തോടെ 44,291 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയുണ്ടായി. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്വാധീനം ഈ മണ്ഡലത്തിൽ വ്യക്തമാക്കാനായിട്ട് അപ്പുവിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ദേവുകുളം മണ്ഡലത്തിൽ A രാജയെ പരാജയപ്പെടുത്തി F രാജ 5,233 വോട്ടുകൾക്ക് വിജയിച്ചു. തോട്ടം തൊഴിലാളി മേഖലയാണ്, അപ്പോൾ ആ ഒരു വോട്ടുകളൊക്കെ അവിടെ നിർണായകമായിട്ടുണ്ട്. പീരുമേട് മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് സിറിയക് തോമസ് 27,634 വോട്ടുകൾക്ക് വിജയിച്ചതും ഇടുക്കിയിലെ UDF തരംഗത്തിന്റെ ഒരു ആഴം വ്യക്തമാക്കുന്നതായിട്ടൊക്കെ മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉടുമ്പൻചോല മണ്ഡലത്തിൽ UDF വിജയിക്കുകയുണ്ടായി. എറണാകുളം ജില്ലയിലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ UDF ചരിത്രപരമായിട്ടുള്ള മുന്നേറ്റമാണ് നടത്തിയത്. തൂത്തുവാരി പറവൂർ മണ്ഡലത്തിൽ സതീശൻ 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇടയ്ക്ക് 4ാമത്തെ റൗണ്ടിൽ വളരെയധികം പിന്നിലേക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ കാണുകയുണ്ടായി. പിണറായി വിജയനും 4 റൗണ്ടുകൾ വരെ വളരെ പിറകിലായിരുന്നു എന്നുള്ളത് ഒരു ചരിത്രപരമായിട്ടുള്ള സംഭവമായിട്ടൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഡോക്ടർ മാത്യു കുഴൽനാടൻ 42,829 വോട്ടുകളുടെ പടുകൂറ്റൻ ഭൂരിപക്ഷമാണ് കരസ്ഥമാക്കിയത്. ഇത് ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്നാണ്. അങ്കമാലി മണ്ഡലത്തിൽ റോജി M ജോൺ 37,008 വോട്ടുകൾക്ക് വിജയിച്ചിട്ടുണ്ട്. ലത്തീൻ കത്തോലിക്ക വോട്ടുകളൊക്കെ അവിടെ നിർണായകമായി എന്ന് പറയപ്പെടുന്നു. തൃക്കാക്കര മണ്ഡലത്തിൽ ഉമാ തോമസ് 50,211 വോട്ടുകൾക്ക് വിജയിച്ചു. 2022 ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം അവരൊന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു. കളമശ്ശേരി മണ്ഡലത്തിൽ P രാജീവ് പരാജയപ്പെട്ടത് LDFന് വലിയ ആഘാതമായി. എക്സിറ്റ് പോൾ ഈ സീറ്റിനെ പ്രവചനാതീതം എന്നൊക്കെ വിശേഷിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുന്നത്തുനാട് മണ്ഡലത്തിൽ 2020 ഒരു നിർണായക സാന്നിധ്യമായിരുന്നു. 2021 2020 സ്ഥാനാർത്ഥി 42,701 വോട്ടുകൾ നേടിയിരുന്നു. ഇത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വോട്ടുകൾ കവർന്നതായിട്ട് കരുതപ്പെട്ടിരുന്നു. ഇത്തവണ 2020 NDAയിൽ ചേർന്നതോടെ അവരുടെ വലിയൊരു ഭാഗം ന്യൂനപക്ഷ വോട്ടുകൾ കംപ്ലീറ്റ്ലി ലോസ്റ്റ്.
2020 നഷ്ടം കോൺഗ്രസിന് വലിയ നേട്ടമായി. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ എക്സിറ്റ് പോൾ നേരിയ മുൻതൂക്കം കോൺഗ്രസ് സ്ഥാനാർത്ഥി ദീപക് ജോയിക്ക് പ്രവചിച്ചിരുന്നു. എറണാകുളം, വൈപ്പിൻ, കൊച്ചി വ്യാപാര കേന്ദ്രമായിട്ടുള്ള കൊടുങ്ങല്ലൂർ, പെരുമ്പാവൂർ, കോതമംഗലം, പിറവം കോൺസ്റ്റിറ്റ്യുവൻസി മണ്ഡലങ്ങളിൽ UDF വിജയം നേടി. തൃശൂർ ജില്ലയിൽ UDF വൻ തിരിച്ചു വരവ് നടത്തി. 2021 UDFന് ചാലക്കുടി മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. തൃശൂർ മണ്ഡലത്തിൽ രാജൻ ജെ പള്ളൻ 26,803 വോട്ടുകൾക്ക് വിജയിച്ചു. എക്സിറ്റ് പോൾ നേരിയ മുൻതൂക്കം കോൺഗ്രസിന് പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് BJPയെ ഞെട്ടിച്ചു. പക്ഷേ ഞാൻ ഞെട്ടിയില്ല, അവർക്കത് ആവശ്യമായിരുന്നു. മങ്കൂട്ടം പോലും നിൽക്കുകയായിരുന്നുണ്ടെങ്കിൽ ജയിക്കുന്ന ഒരു UDF അനുകൂല തരംഗത്തിൽ വല്ലതുമൊക്കെ ക്ഷമയോടെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നേടാമായിരുന്നു അവർക്കും. പക്ഷേ അവർക്ക് കിട്ടേണ്ടത് കിട്ടി. പോട്ടെ. ചാലക്കുടി മണ്ഡലത്തിൽ സനീഷ് കുമാർ ജോസഫ് 23,156 വോട്ടുകൾക്ക് വിജയിച്ചു. UDFിൻ്റെ പരമ്പരാഗത സ്വാധീനം ഈ മണ്ഡലത്തിൽ വ്യക്തമായി. കുന്നംകുളം മണ്ഡലത്തിൽ AC മൊയ്തീനെതിരെ T അജയ് മോഹൻ 4,563 വോട്ടുകൾക്ക് വിജയം നേടി. മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം ഈ മണ്ഡലത്തിൽ നിർണായകമായി. ചേലക്കര മണ്ഡലത്തിൽ UR പ്രദീപ് 29,356 വോട്ടുകൾക്ക് വിജയിച്ച് ഇടത് സാന്നിധ്യം ഉറപ്പിച്ചു. പരമ്പരാഗതമായിട്ടുള്ള CPMൻ്റെ കോട്ടയായിട്ടുള്ള ആ ഒരു മണ്ഡലത്തിൽ അവർ പിടിച്ചു നിന്നു. നാട്ടിക മണ്ഡലത്തിൽ CPI ഗീത ഗോപി വിജയിച്ചു. എക്സിറ്റ് പോൾ ഈ സീറ്റ് LDFന് സേഫ് എന്ന് പ്രവചിച്ചിരുന്നു. ഇരിങ്ങാലക്കുട, പുതുക്കാട്, ഗുരുവായൂർ, മാള, ഒല്ലൂർ, വടക്കാഞ്ചേരി മണ്ഡലങ്ങളിൽ UDFും LDFും തമ്മിൽ കടുത്ത മത്സരം നടന്നു. പാലക്കാട് ഇത്തവണ അക്ഷരാർത്ഥത്തിൽ പ്രവചനാതീതമായിട്ടുള്ള ടിസ്റ്റുകൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. മലയാളി കണ്ടു നിൽക്കുന്ന ആവേശത്തോടെയാണ് ഈ മണ്ഡലത്തിലെ ഫലങ്ങൾ പുറത്തു വന്നത്. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രമേശ് പിഷാരടി 13,147 വോട്ടുകളുടെ ശ്രദ്ധേയമായിട്ടുള്ള ഭൂരിപക്ഷത്തിൽ വിജയിച്ചതോടെ പാലക്കാടിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അപ്പാടെ മാറിമറിഞ്ഞു. BJPയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെയായിരുന്നു പിഷാരടിയുടെ ഈ അട്ടിമറി വിജയം. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പരമ്പരാഗതമായി മുസ്ലിം ലീഗിനും CPMനുമുള്ള സ്വാധീനം ഇത്തവണ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായി. മലബാർ മേഖലയിൽ ആഞ്ഞടിച്ച UDF തരംഗം LDFിൻ്റെ പല ഉറച്ച കോട്ടകളും തകർത്തു. എക്സിറ്റ് പോൾ മലബാറിൽ 33 മുതൽ 37 വരെ സീറ്റുകൾ UDFിനും 11 മുതൽ 15 വരെ സീറ്റ് LDFിനും പ്രവചിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിൽ UDF തങ്ങളുടെ ആധിപത്യം ഒന്നുകൂടി ഉറപ്പിച്ചു. മലപ്പുറം മണ്ഡലത്തിൽ PK കുഞ്ഞാലിക്കുട്ടി 85,000-ലധികം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവ് എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഈ ഭൂരിപക്ഷത്തിലൂടെ വ്യക്തമായി. ഒരു മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടൊക്കെ വരാൻ സാധ്യതയുള്ള ഒരാളായിട്ടൊക്കെ ഇടക്കാലത്തൊക്കെ ചില പ്രവചനങ്ങൾ, ചില വിലയിരുത്തലുകളൊക്കെ CPIM ഹാൻഡിലുകളിൽ നിന്നടക്കം ഞാൻ കേൾക്കുകയുണ്ടായി. വേങ്ങര മണ്ഡലത്തിൽ KM ഷാജി 30,325 വോട്ടുകൾക്ക് വിജയിച്ചു. മങ്കട മണ്ഡലത്തിൽ മഞ്ഞളാംകുഴി അലി 45,609 വോട്ടുകൾക്ക് വിജയിച്ചു. വണ്ടൂർ മണ്ഡലത്തിൽ AP അനിൽകുമാർ 47,939 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷം നേടി. താനൂർ മണ്ഡലത്തിൽ എക്സിറ്റ് പോൾ UDFന് വിജയം പ്രവചിച്ചിരുന്നു. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയും NRI ബിസിനസ്സുകാരനുമായിട്ടുള്ള T മുഹമ്മദ് സമീർ മുസ്ലിം ലീഗിന്റെ PK നവാസിനെതിരെ മത്സരിച്ചു. ഈ സീറ്റ് സ്പോർട്സ് മന്ത്രി V അബ്ദുറഹ്മാൻ്റേതായിരുന്നു. എന്നാൽ ഒരുപക്ഷെ പരാജയം മണത്തായിരിക്കാം അദ്ദേഹം ഇത്തവണ തിരൂരിലേക്ക് മാറാനായിട്ട് നിർബന്ധിതനായി. തവനൂർ മണ്ഡലത്തിൽ എക്സിറ്റ് പോൾ UDFന് വിജയം പ്രവചിച്ചിരുന്നു. സിറ്റിംഗ് MLAയും മുൻ മന്ത്രിയുമായിട്ടുള്ള KT ജലീൽ കോൺഗ്രസിന്റെ VS ജോയിയെ നേരിട്ടു. 2006 കുറ്റിപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തിയ ജലീലിന്റെ ആദ്യ പരാജയമായിരിക്കും ഇത്. കോഴിക്കോട് ജില്ലയിൽ കുറഞ്ഞത് 2 ദശകമായി കോൺഗ്രസ് ഒരു സീറ്റും ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. 2001 കൊയിലാണ്ടിയിൽ നിന്ന് P ശങ്കരനായിരുന്നു അവസാന കോൺഗ്രസ് MLA. 2021 UDF 13 സീറ്റുകളിൽ 2 മാത്രമാണ് ജയിച്ചത്. വടകര KK രമേശ്, TP രാമകൃഷ്ണൻ പേരാമ്പ്രയിലും AK ശശീന്ദ്രൻ എലത്തൂരിലും തോട്ടത്തിൽ രവീന്ദ്രൻ കോഴിക്കോട് നോർത്തിലും കൊടുവള്ളി മണ്ഡലത്തിൽ PK ഫിറോസ് 36,682 വോട്ടുകൾക്ക് വിജയിച്ചു. മുസ്ലിം ലീഗിന്റെ സ്വാധീനം ആ മണ്ഡലത്തിൽ വ്യക്തമായിട്ട് നമ്മൾ കണ്ടു. വയനാട് ജില്ലയിൽ എക്സിറ്റ് പോൾ UDFന് 2 മുതൽ 3 വരെ സീറ്റുകളാണ് പറഞ്ഞിരുന്നത്. വയനാട് പുനർനിർമ്മാണത്തിനായി UDF ശേഖരിച്ച ഫണ്ടുകളെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ രാഷ്ട്രീയമായിട്ട് കേടുപാടുണ്ടാക്കാൻ സാധ്യതയുണ്ടായിരുന്ന ജില്ലയാണിത്. എന്നാൽ വയനാട് UDFനൊപ്പം നിന്നു. സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ AC ബാലകൃഷ്ണൻ 16,597 വോട്ടുകൾക്ക് വിജയിച്ചു. ആദിവാസി വോട്ടുകളൊക്കെ നിർണായകമാവുന്ന സ്ഥലമാണ്. കൽപ്പറ്റ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് T സിദ്ദിഖ് 45,000-ലധികം വോട്ടുകൾക്ക് വിജയം ഉറപ്പിച്ചു. കോൺഗ്രസിൻ്റെ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മാറി. മാനന്തവാടി മണ്ഡലത്തിലെ UDFും LDFും തമ്മിൽ കടുത്ത മത്സരം നടന്നു. നർമ്മടം മണ്ഡലത്തിലെ ബലം CPMനെ ഞെട്ടിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 19,247 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വോട്ട് ശതമാനക്കുറവ് നമുക്ക് കാണാൻ സാധിച്ചു. ആദ്യ 4 റൗണ്ടുകളിലും റെക്കോർഡ് പിന്നോക്കമായിരുന്നു സഖാവ്. എക്സിറ്റ് പോൾ ഈ സീറ്റിൽ UDFന് ചലഞ്ചിങ് ആണെന്ന് സൂചിപ്പിച്ച ഒരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പേരാവൂർ മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് 14,453 വോട്ടുകൾക്ക് മുൻ മന്ത്രി KK ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിയത് വടക്കൻ കേരളത്തിൻ്റെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നായിട്ട് മാറി. 2021 60,963 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മട്ടന്നൂർ സീറ്റ് ജയിച്ച ശൈലജ ടീച്ചർ 2026 തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട്
അസ്ഥിരമായിട്ടുള്ള പേരാവൂർ മണ്ഡലത്തിലേക്ക് മാറ്റപ്പെട്ടിരുന്നു. തലശ്ശേരി മണ്ഡലത്തിലും UDFും LDFും തമ്മിൽ കടുത്ത മത്സരം നടന്നു. കണ്ണൂർ, മട്ടന്നൂർ, തളിപ്പറമ്പ്, അഴീക്കോട്, ഇരിക്കൂർ, കൂത്തുപറമ്പ്, കതിരൂർ മണ്ഡലങ്ങളിൽ LDFും UDFും തമ്മിൽ ശക്തമായിട്ടുള്ള മത്സരം നടന്നു. തളിപ്പറമ്പ് മണ്ഡലത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ ശ്യാമളയ്ക്ക് സീറ്റ് നൽകിയിരുന്നു. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടത് കാസർഗോഡ് ജില്ലയിലെ BJP നേതൃത്വത്തിന് വലിയൊരു തലവേദനയായിട്ട് മാറി. ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒത്തിരിയധികം പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാനായിട്ടുള്ള എല്ലാവിധ സാഹചര്യവും സഖാക്കൾക്ക് ഇനിയുമുണ്ട്. വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. അതേപോലെ തന്നെ ഈ ഭരണം മാറ്റി മാറ്റി ട്രൈ ചെയ്യാനായിട്ടുള്ള ജനങ്ങളുടെ ആ ഒരു ത്വര, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്വാളിറ്റി, അതൊന്നും കൈമോശം വന്നിട്ടില്ല. അതേപോലെ തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ, അതെല്ലാം കൃത്യമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അത് UDFിലേക്ക് കേന്ദ്രീകരിക്കാനായിട്ട് അവർക്ക് സാധിച്ചത് ചില വീഴ്ചകൾ ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതുകൊണ്ടാണ്. പിന്നെ ക്ഷേമ പദ്ധതികൾ, തൊഴിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ, കാർഷിക മേഖലയുടെ തകർച്ച എന്നീ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ കോൺഗ്രസ് കൃത്യമായിട്ടുള്ളൊരു ക്യാമ്പയിൻ നടത്തി എന്നുള്ളത് അനുമാനിക്കാനായിട്ട് പറ്റും. പിന്നെ VD സതീശൻ്റെ നേതൃത്വത്തിൽ UDF നടത്തിയ ഘടനാപരമായിട്ടുള്ള പാർലമെൻ്ററി ഇടപെടലുകൾ, അതൊന്നും നമ്മൾ കുറച്ച് കാണേണ്ടുന്ന ഒരു സംഗതിയല്ല. BJPക്ക് ഇനിയും കേരളത്തിലെ വലിയൊരു ബ്രേക്ക് ത്രൂവിനൊക്കെ കാത്തിരിക്കേണ്ടി വരുമെന്നുള്ളത് ആശ്വാസം നൽകുന്ന ഒരു സംഗതിയാണ്. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. കോൺഗ്രസിന് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഇനി ഒരു 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ആളുകൾ മാറ്റി ട്രൈ ചെയ്യുമോ, ഭരണ തുടർച്ച കോൺഗ്രസിനും ഒരു തവണയെങ്കിലും നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കണ്ടറിയാനായിട്ട് സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.